നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യ്. നീ പറഞ്ഞ പോലെ നിന്റെ രണ്ടാം ഭാര്യയായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഉറപ്പിക്കാവോ? 100%. ആദ്യം നീ പറഞ്ഞത് ചെയ്ത് കാണിക്കേ. അതെ, ആശുപത്രിയിലേക്ക് ഇറങ്ങണമെന്നുണ്ട്. പക്ഷേ ആലോചിക്കും തോറും അല്പ ദിവസം കൂടി കഴിയട്ടെ എന്നൊരു തോന്നല. കാര്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് ആറി തണുക്കാനുണ്ട്. ശരി, ഞാൻ വിളിക്കാം. ഇഫ് എനി എമർജൻസി യു ക്യാൻ കോൾ മീ എനി ടൈം. ഓക്കെ? അല്ല, അപ്പൊ ഇന്നും ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ? പോണമെന്ന് ഓർത്തതാ. പക്ഷേ എന്ത് പക്ഷേ? ദേവികയ്ക്ക് ധൈര്യം കൊടുത്ത ആളാണ് ഈ പറയണത്. കൊള്ളാം. നിരഞ്ജൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഇവിടെ എന്റെ മകൾ ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം. പിന്നെ ഉള്ളിൽ പകയുള്ളവരും നമ്മളെ തോൽപ്പിക്കണമെന്നുള്ളവരും ചുമ്മാ അടക്കം പറയുകയും പല്ലൊളിച്ച് കാണിക്കുകയും ഒക്കെ ചെയ്യും. ചിലരുള്ളിൽ ചിരിച്ചുകൊണ്ട് സഹതാപം അഭിനയിക്കും. അതാണ് സമൂഹം, അതാണ് നമ്മുടെ ലോകം. ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അതെ, ഓരോ ചിരിക്ക് പിന്നിലും ഒരു ചതി ഒളിപ്പിച്ചു വെക്കുന്നവരാ എല്ലാവരും അങ്ങ് കരുതിയാ മതി. ഒന്നിനെ നേരിടാൻ ഭയം ഉണ്ടായിട്ടല്ല, പക്ഷേ മനസ്സിലൊരു കെട്ട് വീണതുപോലെ. ആ കെട്ടാണ് നമ്മൾ പൊട്ടിച്ചു കളയേണ്ടത്. ഒന്നും സംഭവിക്കാത്ത പോലെ അങ്ങനെ മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ തന്നെ എന്ത് സംഭവിച്ചു? അനങ്ങാതിരിക്കല്ല വേണ്ടത്. പണിക്ക് മറുപണി. ഇങ്ങോട്ട് കുരുക്കെറിഞ്ഞവന് കൂട്ടാനുള്ള ചരട് ഞാൻ മുറുക്കിക്കൊണ്ടിരിക്കും. ഒന്ന് തീരുമാനിച്ചുറച്ചു കഴിഞ്ഞാ അത് കീറി കൃത്യമായിട്ട് ചെയ്യണമെന്ന് നിർബന്ധമുള്ള ആളാ ഞാൻ. എന്തായാലും നിന്റെ സഹായം അത് ഒരുപാട് ഗുണം ചെയ്തു. ഇനി അങ്ങോട്ട് ഈ ഭൂകമ്പത്തിന്റെ തുടർചലനങ്ങൾ ഉണ്ടാകും. അതിനും കൂടെ വേണം. വേണ്ടത് വേണ്ട സമയത്ത് നിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിക്കോളും. മാഡം എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. എന്ത് ചെയ്യാനും ഞാൻ റെഡിയാ. എന്റെ മാഡത്തിന്റെ ശത്രു ഒരാളാ, കോമൺ എനിമി. അപ്പൊ പിന്നെ അവളുടെ തലയിൽ വെടിപൊട്ടിക്കേണ്ടത് എന്റെയും കൂടെ ആവശ്യമാണ്. കിട്ടുന്ന കാശിനെക്കാളിലും പ്രധാനം പക വീട്ടുമ്പം കിട്ടുന്ന മനസ്സുഖം. ശരി, ഞാൻ പറയാം ബാക്കി എന്ത് വേണമെന്ന്. ഓക്കെ മാഡം. അപ്പോ എന്റെ ഊഹം തെറ്റിയില്ല. ഈ വൃത്തികെട്ട കളിക്ക് പിന്നിൽ എന്റെ പൊന്നുമോളുടെ ബുദ്ധിയായിരുന്നു അല്ലേ? എന്ത് കളി? എനിക്ക് പകയുള്ളവരോട് ഞാൻ എന്തും ചെയ്യും. അതെന്റെ വ്യക്തിപരമായ കാര്യം. ഇതെന്റെ വ്യക്തിപരമായ കാര്യം. ഒരച്ഛന്റെ അവകാശം. ഇത് ഞാൻ പണ്ടേ നിനക്ക് തരേണ്ടതായിരുന്നു. വൈകിപ്പോയി. എന്നാലും ഇരിക്കട്ടെ. എന്നോട് നിനക്കുള്ള പകയും വൈരാഗ്യവും മനസ്സിലാക്കാം. പക്ഷേ നീ കളിച്ച ഈ കളി വെച്ച് നീ നശിപ്പിച്ചത് ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടർ കൂടിയാ, അവളുടെ ഭാവിയാ. ഓ
അവളുടെ ഭാവിയെ പറ്റി പറയുമ്പോ എന്താ ഒരു ഉത്കണ്ഠ. എനിക്ക് അവളുടെ ഭാവിയെ പറ്റി ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ചേട്ടൻ എന്തിനാ അവളെ തല്ലിയത്? അവൾ എന്ത് തെറ്റ് ചെയ്തു? മിണ്ടരുത് നീ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്റെ അഭിപ്രായം വേണ്ട. തെറ്റും ശരിയും മനസ്സിലാക്കാനുള്ള ബോധവും ബോധ്യവും ഒക്കെ എനിക്കുണ്ട്. ഞാനുള്ള കാര്യം പറഞ്ഞത്. എനിക്ക് ഇവളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനേ പറ്റൂ. നിന്റെ ചിന്തയും പ്രവൃത്തിയും ഒക്കെ പണ്ട് എനിക്കറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് അത്തരം എടുത്തിയാട്ടങ്ങളിലേക്ക് നീ ഇവളെയും കൂടി വലിച്ചിഴക്കണ്ട. ദേവിയെ നീ വിളിക്കണം. പറ്റിയാൽ അവളെ പോയി കാണണം. നീ അവളോട് മാപ്പ് പറയണം. ഞാനോ? അവളോട് മാപ്പ് പറയാനോ? നിന്റെ കഴുത്ത് മുറിച്ചിട്ടാലും ഞാൻ ചെയ്യത്തില്ല ഈ ജന്മത്ത്. പിന്നെ ഒരൊറ്റ അടി കൊണ്ട് അക്ഷര തീർന്നെന്നും കരുതണ്ട. ഇനിയും ഞാൻ ദ്രോഹിക്കാം അവളെ. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ദ്രോഹിക്കും. നിങ്ങളെ അവളെയും എവിടെയൊക്കെ നാണം കെടുത്താമോ അവിടെയൊക്കെ ഞാൻ നാണം കെടുത്തിയിരിക്കും. ശരത്തേട്ടൻ എന്താ ഈ പറയുന്നേ? നമ്മുടെ കല്യാണ നിശ്ചയം മുടങ്ങാനുള്ള സാധ്യത ഉണ്ടെന്നോ? മുടങ്ങാനുള്ള സാധ്യത എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, മുടക്കാനുള്ള സാധ്യത. ആര് മുടക്കാൻ? ദേവികേട്ടത്തി അല്ലാതാര്. വല്ലാത്ത പകയുള്ള എനാ അവര്. നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല എന്ന് മനസ്സിൽ പ്രതിജ്ഞ എടുത്തിരിക്കുന്ന ആള്. പാമ്പിൻ വിഷത്തേക്കാൾ മാരകമാണ് പെണ്ണിന്റെ മനസ്സെന്ന് കേട്ടിട്ടില്ലേ? എന്ത് പകയാണെങ്കിലും പ്രതിജ്ഞയാണെങ്കിലും അവർ സ്വയം ഒരുക്കി തീരത്തേ ഉള്ളൂ. ഞാൻ ആർക്കൊപ്പം ജീവിക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? അല്ല, നമ്മളോട് അവർക്ക് എന്തിനാ ഇത്രയ്ക്ക് പക? നമ്മുടെ കല്യാണ നിശ്ചയം മുടക്കണമെന്നൊക്കെ അവരെന്തിനാ ചിന്തിക്കുന്നേ? അസൂയ അല്ല എന്താ? ഒരു ദിവസം പോലും ഭർത്താവിനൊപ്പം കഴിയാനാവാതെ ഇളം പ്രായത്തിൽ വിധയായി പോയതിന്റെ ഫ്രസ്ട്രേഷൻ. തനിക്ക് കിട്ടാത്ത സൗഭാഗ്യം മറ്റൊരു പെണ്ണിന് കിട്ടരുന്നുള്ള വാശി. ഇഷ്ടപ്പെട്ട പുരുഷനൊപ്പമുള്ള ജീവിതം, കുട്ടികൾ, കുടുംബം, നഷ്ട സൗഭാഗ്യങ്ങളെ ഓർത്തുള്ള നീറ്റൽ ഉറഞ്ഞുകൂടി ഒടുവിൽ കൊടും പകയായി മാറും. സത്യം പറഞ്ഞ കേട്ടിട്ട് ഭയമാവുന്നു. ഭയക്കണം. ഇത്തരം സ്ത്രീകളുടെ മനസ്സ് നിറയെ ഊടുവഴികളായിരിക്കും, ഏറ്റവും അപകടകാരികളായിരിക്കും. കൊച്ചുകുഞ്ഞിനെ പോലും നാവിൽ സൈനഡ് അരച്ചു കൊടുത്ത് കൊല്ലുന്നവരെ പറ്റി നമ്മൾ കേട്ടിട്ടില്ലേ? ഉണ്ണുന്ന ചോറിലും ഉപ്പ് നീരിലും വരെ വിഷം കലർത്താൻ മടിക്കാത്തവർ. എന്തു തന്ത്രവും നിന്റെ അടുത്ത് പ്രയോഗിക്കും. കണ്ടറിഞ്ഞ് കരുതലോടെ നിന്നാ മതി. ഒരു ചുക്കും സംഭവിക്കത്തില്ല. എന്റെ ജീവിതത്തിൽ തൊട്ടാ അവർക്ക് പൊള്ളും. പിന്നെ ഈ വീട്ടില് അവരുണ്ടാവത്തില്ല. ഏട്ടന്റെ ചിത്രം എടുത്ത് പടി ഇറങ്ങും അവര്. പടി ഇറക്കും ഞാൻ. മുത്തശ്ശി പറയാറുണ്ട്, ചില പെണ്ണുങ്ങൾക്ക് വിഷകന്യക യോഗമാണെന്ന്. അവരുടെ കഴുത്തില് താലി കെട്ടുന്നതോടെ മുറിഞ്ഞു പോകുന്നത് പുരുഷന്റെ ആയുസിന്റെ ചരടാണെന്ന്. അത്തരം ഒരു സ്ത്രീ അവര്. പക്ഷെ അവർക്ക് മുന്നിൽ നമ്മൾ ജീവിക്കും, ജീവിച്ച് കാണിച്ചു കൊടുക്കും. അതാണ് വേണ്ടത്. നിന്റെ ഈ സ്നേഹവും ധൈര്യമാണ് എന്റെ ശക്തി. മരണം വരെ ഞാൻ എന്റെ ശരത്തേട്ടന്റെ ഒപ്പം ഉണ്ടാവും. മരണം വരെ ഉണ്ടാവണം.